എല്ലാവർക്കും ഫെഡറലിസം എന്ന അധ്യായത്തിൻ്റെ അതിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിവെച്ച അവിടെ നിന്ന് തുടങ്ങുന്നതാവും നല്ലത്. എന്നാലേ നമുക്കൊരു കണ്ടിന്യൂഷൻ കിട്ടുകയുള്ളൂ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനം പറഞ്ഞ ടോപ്പിക്ക് ഫെഡറലിസം ഇന്ത്യൻ ഭരണഘടനയിൽ എന്ന സബ് ടോപ്പിക്കാണ് നമ്മൾ നോക്കിയത്. ആ ഒരു ഏരിയയുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തപ്പോൾ നാം പറഞ്ഞു 1947 മുമ്പ് നമ്മുടെ ദേശീയ നേതാക്കൾ സ്വാതന്ത്ര്യം നേടിത്തരുന്നതിന് മുമ്പ് തന്നെ സ്വാതന്ത്ര്യാനന്തര ഭാരതം എങ്ങനെയാവണം, ആ ഫ്യൂച്ചർ ഇന്ത്യയിൽ ഫെഡറലിസം എന്ന ഒരു സംവിധാനം വേണം എന്നെല്ലാം അവർ വിശ്വസിച്ചിരുന്നു, ആഗ്രഹിച്ചിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ അങ്ങനെ ഭാവിയിൽ ഒരു ഭാരതം കെട്ടിപ്പടുക്കുമ്പോൾ അവിടുത്തെ ഭരണങ്ങൾ അത് കേന്ദ്ര തലത്തിലും സംസ്ഥാന തലത്തിലും ആയിരിക്കണം എന്ന് അവർ വിശ്വസിച്ചു. അതിനായി അവർ ഭരണഘടന നിർമ്മാണ സമിതി ഉണ്ടാക്കി. നാം ആദ്യ പാഠങ്ങളിലായി പഠിച്ചതാണ്. ഭരണഘടന നിർമ്മാണ സഭയായി സച്ചിദാനന്ദ സിൻഹയെ അധ്യക്ഷനായി, പിന്നീട് നമ്മുടെ പ്രഥമ പ്രസിഡന്റായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായി വന്ന ഒരു സമിതി. ആ സമിതിക്ക് കീഴിൽ BR അംബേദ്കർ ചെയർമാനായിട്ടുള്ള ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഇവർ മുന്നോട്ട് വെച്ച ഒരു ഭരണഘടനയാണ് നാം ഇന്നും പിന്തുടരുന്നത്. ആ ഭരണഘടനയെക്കുറിച്ചാണ് വീണ്ടും ഇവിടെ പ്രതിപാദിക്കുന്നത്. ആ ഭരണഘടനയിലാണ് പറഞ്ഞത് ഭാവി ഇന്ത്യയിൽ എങ്ങനെയായിരിക്കണം, ഫെഡറലിസം വേണം. ആ ഒരു ഫെഡറൽ സംവിധാനത്തിന് ആക്കം കൂട്ടുന്നതിനായി അവർ സുപ്രധാന 3 തീരുമാനങ്ങൾ എടുക്കുകയുണ്ടായി എന്നും കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞു. ആ 3 ചേരുവകൾ അതല്ലെങ്കിൽ ആ 3 തീരുമാനങ്ങൾ സംസ്ഥാനങ്ങളും കേന്ദ്രവും തമ്മിൽ ഐക്യവും സഹകരണവും വേണം. സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകണം. ഭാരതത്തിൻ്റെ വൈവിധ്യം അംഗീകരിക്കുന്നതോട് കൂടെ തന്നെ അതിൻ്റെ ഐക്യത്തിനും കെട്ടുറപ്പിനും അഖണ്ഡതയ്ക്കും വേണ്ടി പ്രയത്നിക്കണം എന്നതൊക്കെ അവിടെയാണ് നാം അവസാനിപ്പിച്ചത്. ഇനി അതിൻ്റെ തുടർച്ച തന്നെയാണ് അടുത്ത ഒരു ഭാഗത്ത് പറയുന്നത്. ആ അടുത്തൊരു ഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നോടിയായി ഒരു ആമുഖം എന്ന നിലയ്ക്ക് ഞാനിത് പറഞ്ഞു. കാരണം അതിൽ രണ്ടിലും നമുക്ക് അറിയാനുണ്ട്, പഠിക്കാനുണ്ട്. ഇന്ന് നമ്മൾ ആദ്യം തുടങ്ങാൻ പോകുന്ന ഏരിയ എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ ഫെഡറൽ സവിശേഷതകളാണ്. അതായത് ഫെഡറൽ സവിശേഷതകളെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എങ്ങനെയാണ് പറയുന്നത് എന്നാണ്. ഇനി നമുക്ക് ആദ്യം പറഞ്ഞ ആമുഖത്തിലേക്ക് തന്നെ പോകാം. നമ്മൾ ചർച്ച ചെയ്തു, 2 വട്ടം ചർച്ച ചെയ്തു. ഭരണഘടന കെട്ടിപ്പടുക്കുന്നതിന് മുമ്പ് തന്നെ നേതാക്കൾക്ക് ആശയങ്ങളുണ്ടായിരുന്നു എന്നുള്ളത്. ഫെഡറലിസത്തിനെ കുറിച്ച് ആശയങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയും തന്നെ പറയുന്നില്ല വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ വി സ്ട്രിക്റ്റ്ലി ഓർ മസ്റ്റ് ബി ഫോളോവഡ് ദ സിസ്റ്റം ഓഫ് ഫെഡറേഷൻ ഓർ ഫെഡറലിസം. അങ്ങനെ എവിടെയും പറയുന്നില്ല. അതല്ലെങ്കിൽ നമ്മൾ ഭാരതർ ഫോളോ ചെയ്യുന്നത് ഫെഡറലിസമാണ്, ഫെഡറേഷനാണ് എന്ന ഒരു ആശയം വരുന്ന ഒരു വരിയും ഇന്ത്യൻ ഭരണഘടനയിൽ കാണാൻ സാധിക്കില്ല. അതുമല്ലെങ്കിൽ ഫെഡറലിസം ഓർ ഫെഡറേഷൻ എന്ന വാക്യങ്ങളും ഇന്ത്യൻ ഭരണഘടനയിൽ കാണാൻ സാധിക്കുകയില്ല എന്നതാണ്. അവിടെയാണ് നാം ആദ്യം ചർച്ച ചെയ്ത ടോപ്പിക്കിലേക്ക് പോകുന്നത്. നമ്മുടെ ദേശീയ നേതാക്കളെല്ലാം ഫെഡറലിസം ഭാവി ഇന്ത്യയിൽ വേണം, അത് സംസ്ഥാനങ്ങളിലും കേന്ദ്ര തലത്തിലും കൂടി ഒതുങ്ങുന്നതായിരിക്കണം ഭരണം, അങ്ങനെയെല്ലാം വേണം എന്ന് ആശയങ്ങൾ പങ്കുവെക്കുകയും അങ്ങനെ ഒരു ഭരണഘടന നിർമ്മിക്കുകയും ചെയ്ത നേതാക്കൾ ഒരിക്കൽ പോലും ഭരണഘടനയിൽ ഫെഡറലിസം ഓർ ഫെഡറേഷൻ എന്ന വാക്യം ഉപയോഗിച്ചിട്ടില്ല. അതുപോലെ തന്നെ അവർ പറഞ്ഞിട്ടില്ല നാം മുന്നോട്ട് വെക്കുന്ന ആശയം അത് ഫെഡറേഷനാണ്, അതല്ലെങ്കിൽ ഫെഡറലിസം ആണ് എന്നും അവർ പറഞ്ഞിട്ടില്ല. നമ്മൾ പറഞ്ഞത് അങ്ങനത്തെ ആശയങ്ങളെല്ലാം വന്നെങ്കിൽ കൂടി ഇതെല്ലാം ഒരു
പദത്തിൽ വാക്യത്തിലാക്കിക്കൊണ്ട് നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ ഭരണഘടനയിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഭരണഘടന അതിൻ്റെ 1-ാം അനുച്ഛേദത്തിൽ പറയുന്നുണ്ട്, ഭാരതത്തിലെ എല്ലാ സംസ്ഥാന സർക്കാരുകളുടെയും ഒരു യൂണിയൻ ആയിരിക്കണം കേന്ദ്ര ഗവൺമെൻറ് എന്നത്. ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ്. നമ്മൾ പറഞ്ഞു ഫെഡറലിസം ഓർ ഫെഡറേഷൻ എന്ന വാക്യം, അതല്ലെങ്കിൽ അങ്ങനെ ഒരു തീമാണ്, ഒരു സിസ്റ്റമാണ് ഇന്ത്യയിൽ മുന്നോട്ട് വെക്കുന്നത് എന്ന് ദേശീയ രാഷ്ട്രീയ നേതാക്കൾ പറഞ്ഞിട്ടില്ല. പക്ഷേ അതിൻ്റെ ഭാരതത്തിൻ്റെ ഭരണഘടനയുടെ 1-ാം അനുച്ഛേദത്തിൽ പറയുന്നു, ഭാരതത്തിൽ നിലനിൽക്കുന്ന സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കണം, സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ഒരു യൂണിയൻ ആയിരിക്കണം കേന്ദ്ര സർക്കാർ എന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഈ പാഠഭാഗത്തിൻ്റെ ആദ്യം പറഞ്ഞ 2 ടേംസാണ് യൂണിറ്ററി ഫെഡറലിസം, ഏകത്വവും സംയുക്തവും. ഏകത്വം എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിനകത്തെ ഗവൺമെൻറ്റൽ സിസ്റ്റം ഫുള്ള് കേന്ദ്ര തലത്തിലായിരിക്കുക. സംയുക്തം എന്ന് പറഞ്ഞാൽ കേന്ദ്ര തലത്തിലും സംസ്ഥാന തലങ്ങളിലും അധികാര വിഭജനം അല്ലെങ്കിൽ അധികാര വികേന്ദ്രീകരണം സാധ്യമാക്കുക, നടപ്പിലാക്കുക എന്നതാണ്. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച കാര്യം എന്ന് പറഞ്ഞത്, ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയും ഫെഡറലിസം ഫെഡറേഷൻ എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഫെഡറലിസം ആണ് ഫോളോ ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷെ ഇവിടുത്തെ ഭരണ കാര്യങ്ങളെല്ലാം തന്നെ കേന്ദ്ര തലത്തിലൊരു മുഖ്യ ഗവൺമെൻറ് ഉണ്ട്, അതിന് താഴെ സംസ്ഥാനങ്ങളെ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഗവൺമെൻറ്റുകളുണ്ട്. അതിനും താഴെ ഏറ്റവും താഴെ തട്ടിലേക്ക് വന്നാൽ ഓരോ പഞ്ചായത്ത് തലത്തിലും ആ പഞ്ചായത്തിനെ ഭരിക്കാൻ വേണ്ടി ഓരോ ഗവൺമെൻറ്റുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ടോപ്പ് മുതൽ ബോട്ടം വരെ എന്താണ്, അധികാര വികേന്ദ്രീകൃതം തന്നെയാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. പക്ഷെ നമ്മൾ പറഞ്ഞ 2 സിസ്റ്റം, ഫെഡറലിസവും യൂണിറ്ററിയും, പക്ഷെ നമ്മൾ ഇന്ത്യൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ത്യ ഒരു ഫെഡറലിസം ആണ് എന്നല്ല നമ്മൾ പറയാറ്. മറിച്ച് ഇന്ത്യ ഒരു ഫെഡറലിസമാണ്, പക്ഷെ അതോടൊപ്പം ശക്തമായ ഒരു കേന്ദ്ര ഗവൺമെൻറ്റുമുണ്ട്. ബി ഫോളോവ്ഡ് ഫെഡറൽ സിസ്റ്റം വിത്ത് സ്ട്രോങ് സെൻട്രലൈസ്ഡ് ഗവൺമെൻറ് എന്നാണ് നമ്മൾ പറയുക. നമ്മൾ ഫോളോ ചെയ്യുന്നത് ഫെഡറലിസമാണ്, പക്ഷെ അതോടുകൂടെ തന്നെ ശക്തമായ ഒരു കേന്ദ്രീകൃത ഭരണവും ഭാരതത്തിനുണ്ട് എന്നുള്ളതാണ്. ഇനിയാണ് നമ്മൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് വരുന്നത്. ഇന്ത്യൻ ഭരണഘടനയിലെ ഫെഡറലിസത്തിൻ്റെ സവിശേഷതകൾ, അതാണല്ലോ നാം ഇന്ന് തുടങ്ങുന്നത്. അതിൻ്റെ സവിശേഷതകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ പാഠഭാഗത്ത് ഒരു പദസൂര്യൻ്റെ അടിസ്ഥാനത്തിൽ 4 കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അതല്ലെങ്കിൽ 4 കാര്യങ്ങളിലൂടെയാണ് ഭരണഘടന അതിൻ്റെ സവിശേഷതകൾ പ്രകടമാക്കുന്നത് എന്ന് നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. 1. ദ്വിഭരണ സംവിധാനം. 2. ഭരണഘടനാപരമായ അധികാരം അതല്ലെങ്കിൽ അധികാര വിഭജനം. 3. ഭരണഘടനാ മേധാവിത്വം. 4. സ്വതന്ത്ര ജുഡീഷ്യറി അതല്ലെങ്കിൽ സ്വതന്ത്ര ഫെഡറൽ ജുഡീഷ്യറി. അപ്പോൾ ഇത്തരം 4 കാര്യങ്ങളിലൂടെയാണ് നമ്മുടെ ഭരണഘടനയിലെ ഫെഡറലിസത്തിൻ്റെ സവിശേഷതകളെ പ്രകടമാക്കുന്നത്. 1. ദ്വിഭരണം. 2. ഭരണഘടനയുടെ അധികാര വിഭജനം. 3. ഭരണഘടനയുടെ മേധാവിത്വം. 4. സ്വതന്ത്ര ഫെഡറൽ ജുഡീഷ്യറി. ഇനി നമുക്ക് ആ 4 കാര്യങ്ങളും എങ്ങനെയെല്ലാമാണ് അതിൻ്റെ സവിശേഷതകളെ ഭാരതത്തിലെ ജനങ്ങൾക്ക് വേണ്ടി, ഇവിടുത്തെ സമൂഹത്തിനു വേണ്ടി, ഭാരതത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി സവിശേഷതകൾ എങ്ങനെയെല്ലാമാണ് പ്രകടമാക്കുന്നത് എന്ന് പരിശോധിക്കാം. നമ്മൾ പറഞ്ഞ പോലെ അതിലെ ആദ്യ സവിശേഷത എന്ന് പറയുന്നത് ദ്വിഭരണമാണ്. കേന്ദ്ര തലത്തിലും സംസ്ഥാന തലങ്ങളിലും ഭരണമുണ്ടായിരിക്കുന്നതാണ്, മിനിമം അത്രയെങ്കിലും ഭരണമുണ്ടായിരിക്കുന്നതാണ് ദ്വിഭരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ ദ്വിഭരണം 2 ഗവൺമെൻറ് ആദ്യം ചർച്ച ചെയ്ത ഒരു ഭാഗമാണ്. അവിടെ പറയുകയുണ്ടായി, കേന്ദ്ര തലത്തിൽ ഒരു ഗവൺമെൻറ് ഉണ്ടാകുന്നു. ആ ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം ആ രാജ്യത്തിനകത്തെ അതല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തിനകത്തെ ക്ഷേമമാണ്, ഐശ്വര്യമാണ്. ആ കേന്ദ്ര ഗവൺമെൻറ് ആ രാജ്യത്തിനകത്ത്, നമ്മുടെ ഭാരതത്തിനകത്ത് എത്ര സംസ്ഥാനങ്ങളുണ്ടോ അത്രയും സംസ്ഥാനങ്ങളെ കൂട്ടിയോജിപ്പിക്കാൻ വേണ്ടിയും അവരുടെ സഹകരണം കൂട്ടി ഉറപ്പിക്കാൻ വേണ്ടിയും
അവർ തമ്മിൽ പരസ്പരം പോരടിക്കാതെ പ്രശ്നങ്ങളില്ലാതെ നല്ല നിലയിൽ സഹവർത്തിത്വത്തോടുകൂടി മുന്നോട്ട് നയിക്കുവാനും വേണ്ടി അതിലൂടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയും കെട്ടുറപ്പും സുശക്തമാക്കുന്നതിനു വേണ്ടിയും അതിലൂടെ നമ്മൾ നമ്മുടെ ഒരു ക്ഷേമ രാഷ്ട്രം കെട്ടിപ്പടുക്കുവാനും വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു, അതല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ശ്രമിക്കുന്നു എന്നതാണ്. ഇനി സംസ്ഥാന തലത്തിലെ ഗവൺമെൻറ്റുകൾ ആ ഓരോ സംസ്ഥാനത്തിനകത്തെ പ്രശ്നങ്ങൾ, അവിടുത്തെ ജില്ലകളിൽ വരുന്ന പ്രശ്നങ്ങൾ എല്ലാം പരിഹരിച്ച് ആ സംസ്ഥാനത്തിനകത്തെ ക്ഷേമ സംസ്ഥാനമാക്കി മാറ്റാൻ അവർ ശ്രമിക്കുന്നു. അങ്ങനെ ഓരോ സംസ്ഥാനവും ആ ഒരു ഉദ്ദേശം അല്ലെങ്കിൽ അവർക്ക് മുന്നിലോട്ട് വെക്കുന്ന അവരുടെ എയിംസ് അവർ പൂർത്തീകരിക്കുമ്പോൾ, അതിലൂടെ സംസ്ഥാനം ക്ഷേമം കൈവരിക്കുമ്പോൾ അത് സ്വാഭാവികമായും രാജ്യത്തിൻ്റെ ക്ഷേമമായി മാറുന്നു. ഇനി സംസ്ഥാന തലങ്ങളിൽ നിന്നും ഇറങ്ങിക്കഴിഞ്ഞാൽ ഓരോ പഞ്ചായത്തുകളുമുണ്ട്, അതിനു മുകളിൽ ഓരോ മുനിസിപ്പാലിറ്റികളുമുണ്ട്, അതിനു മുകളിൽ ജില്ലാ പഞ്ചായത്തുകളുണ്ട്. ചിലയിടങ്ങളിൽ അത് കോർപ്പറേഷനുകളായി മാറുന്നുണ്ട്. എന്നാലും കൂടി ഓരോ വിഭാഗത്തിലും അവരവരുടെ ജോലികൾ കൃത്യമായി ചെയ്യുമ്പോൾ അവർ ഓരോരുത്തരും ക്ഷേമമാണ് ലക്ഷ്യമാക്കുന്നത്. അവർക്ക് താഴെയുള്ള ക്ഷേമവും ഐശ്വര്യവുമാണ് അവർ കാണുന്നത്. ഒരു പഞ്ചായത്ത് ഏറ്റവും നല്ല രീതിയിൽ പോകുമ്പോൾ ആ പഞ്ചായത്തുകളിൽ നല്ല വിഭാവനം പൂർത്തീകരിക്കുമ്പോൾ അത് ജില്ലാ പഞ്ചായത്തിന് അതല്ലെങ്കിൽ ഒരു കോർപ്പറേഷന് മുതൽക്കൂട്ടാകുന്നു. ഓരോ ജില്ലാ പഞ്ചായത്തുകളും കോർപ്പറേഷനുകളും നല്ല രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ അത് സംസ്ഥാനങ്ങൾക്ക് മുതൽക്കൂട്ടാവുന്നു. ഓരോ സംസ്ഥാനങ്ങളും നല്ല നിലയിൽ പ്രവർത്തിക്കുമ്പോൾ അത് രാജ്യത്തിന് മുതൽക്കൂട്ടാവുന്നു. അങ്ങനെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിൽ നിന്നും ഏറ്റവും അടിയിലേക്ക് എത്തുന്തോറും അധികാര വിഭജനം തന്നെയാണ്, അധികാര വികേന്ദ്രീകൃതം തന്നെയാണ് ദ്വിഭരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ദ്വിഭരണം എന്ന ആശയ സവിശേഷത കൊണ്ട് ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. ഇന്ത്യ ഭരണഘടനയിൽ അതിൻ്റെ സവിശേഷത, ഫെഡറൽ സവിശേഷതയെക്കുറിച്ച് പറയുമ്പോൾ ദ്വിഭരണം എന്ന ഒരു ആശയം എത്രത്തോളം കാര്യക്ഷമമാകുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന് നമ്മൾ നോക്കി. ഇനി അതിൻ്റെ രണ്ടാമത്തെ സവിശേഷതയാണ്. രണ്ടാമത്തെ സവിശേഷത എന്ന് നമ്മൾ പറഞ്ഞത് അധികാര വിഭജനമാണ്. ഭരണഘടനാപരമായ അധികാരം അതല്ലെങ്കിൽ അധികാര വിഭജനം, ഇത് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അധികാര വിഭജനം എത്രത്തോളം നടപ്പിലാക്കി, എങ്ങനെയാണ് നടപ്പിലാക്കുന്നത് എന്ന് ഈ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായി നമ്മൾ വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അധികാര വിഭജനം ഇന്ത്യയിൽ പ്രധാനമായിട്ടും 3 കാര്യങ്ങളിലൂടെയാണ് നടപ്പിലാക്കുന്നത്. ഒന്ന്, കേന്ദ്ര സർക്കാരിന് മാത്രം അധികാരമുള്ളതാണ്. അതിനെ നമ്മൾ യൂണിയൻ ലിസ്റ്റ് എന്ന് നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് അത് സ്റ്റേറ്റ് ലിസ്റ്റാണ്. സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് മാത്രം നിക്ഷിപ്തമായ കാര്യങ്ങളാണ് അവിടെ ചർച്ച ചെയ്യുന്നത്. മൂന്നാമത്തേത് കൺകറൻറ്റ് ലിസ്റ്റാണ്. അവിടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും കേന്ദ്ര ഗവൺമെൻറ്റിനും ഒരേപോലുള്ള സ്വാധീനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ അല്ലെങ്കിൽ ഇത്രയും കാലം നമ്മൾ പഠിച്ചത് ഈ 3 ലിസ്റ്റുകളെ കുറിച്ചാണ്. എന്നാൽ ഇവിടെ നമ്മൾ സ്വാഭാവികമായിട്ടും 2, 3, 4 ഓപ്ഷനുകൾ പറയുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ചോദിക്കുന്ന അടുത്ത ഒരു ചോദ്യമാണ്, 3 എണ്ണത്തിലും പെടാത്ത ഒന്നുണ്ടാവുമല്ലോ, അത് ഏതിലാണ് പെടുക എന്നുള്ളത്. അതേപോലെ ഇവിടെയും ഒന്ന് വരുന്നുണ്ട്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, ഈ 3 പ്രധാനപ്പെട്ട മേഖലകളിൽ കൂടിയാണ് ഭാരതം അതിൻ്റെ അധികാര വിഭജനം, ഭരണഘടനാപരമായിട്ടുള്ള അധികാരം സാധ്യമാക്കുന്നത്. എന്നാൽ കുറച്ചു കാര്യങ്ങളിൽ ഈ 3 ലിസ്റ്റുകളിലും പെടാത്ത ചില കാര്യങ്ങളുണ്ട്. അതും ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. അതിന് വേറെ ഒരു പേരിലാണ് നമ്മൾ പറയുന്നത്. ഇനി ടെക്സ്റ്റ് പുസ്തകത്തിൽ വളരെ വിശാലമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. യൂണിയൻ ലിസ്റ്റ് എന്താണ്, അതിൻ്റെ ഉദാഹരണങ്ങൾ എന്താണ്, സ്റ്റേറ്റ് ലിസ്റ്റ് എന്താണ്, അതിൻ്റെ ഉദാഹരണങ്ങൾ, അതില്ലെങ്കിൽ അതിൽ അകപ്പെടുന്ന വകുപ്പുകൾ ഏതെല്ലാമാണ്, കൺകറന്റ് ലിസ്റ്റ് എന്താണ്, അതിൽ വരുന്ന വകുപ്പുകൾ എന്തെല്ലാമാണ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അതിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ടേബിളിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തത് വരുന്നത് യൂണിയൻ ലിസ്റ്റാണ്. ആ യൂണിയൻ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ പൊതുവായ താല്പര്യങ്ങളായിരിക്കും അവിടെ പറയുക. ഒരു തീരുമാനം എടുത്താൽ, ഒരു കാര്യം രാജ്യത്തിനകത്ത് നടപ്പിലാക്കിയാൽ, കൊണ്ടുവന്നാൽ അത് ആ രാജ്യത്തിനകത്ത് മുഴുവൻ ഉടനീളം ഒരേപോലെ ആയിരിക്കും എന്നുള്ളതാണ്.
മാത്രമല്ല ഇവിടെ ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങളായിരിക്കും ഇവിടെ കൈകാര്യം ചെയ്യുക എന്നതാണ്. നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു നയം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഭാരതത്തിൽ എല്ലായിടത്തും ഒരുപോലെ സ്വീകാര്യമാക്കേണ്ട ഒന്നായിരിക്കും. അത് ദേശീയ പ്രാധാന്യമുള്ള വിഷയമായിരിക്കും. ആ ഭാരതത്തിൻ്റെ ഏറ്റവും ഉന്നതിയിലിരിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു സ്ഥാപനം ഒരു തീരുമാനം കൊണ്ടുവന്നാൽ അത് ഈ രാജ്യത്തിനകത്ത് നിലനിൽക്കുന്ന എല്ലാ സംസ്ഥാനങ്ങൾക്കും, അതിന് കീഴിൽ നിൽക്കുന്ന എല്ലാ പഞ്ചായത്തുകൾക്കും, എല്ലാ ജില്ലാ പഞ്ചായത്തുകൾക്കും, താലൂക്കുകൾക്കും എല്ലാവർക്കും ഒരുപോലെ ബാധകമാകുന്നതായിരിക്കും. അതിൽ എന്തെങ്കിലും വ്യതിയാനങ്ങൾ സംഭവിച്ചാൽ, അതല്ലെങ്കിൽ അതിനെതിരെ തെറ്റായി പ്രവർത്തിച്ചാൽ ചിലപ്പോൾ അത് രാജ്യദ്രോഹമായി മാറും, രാജ്യനിന്ദയായി മാറും. അപ്പോൾ ദേശീയ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. പിന്നെ നമ്മൾ പറഞ്ഞതാണ് ഈ യൂണിയൻ ലിസ്റ്റിൽപ്പെട്ട കാര്യങ്ങളുടെ നിയമനിർമ്മാണം നടപ്പിലാക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ്, അതല്ലെങ്കിൽ പാർലമെന്റ് ആണ്. പാർലമെന്റ് ആണല്ലോ കേന്ദ്ര ഗവൺമെന്റിന് ആവശ്യമായിട്ടുള്ള, രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ സാധ്യമാക്കുക. എങ്കിലും നമുക്ക് ചുരുക്കി പറയാം, കേന്ദ്ര ഗവൺമെന്റ് ആണ് യൂണിയൻ ലിസ്റ്റിന് മുകളിലുള്ള എല്ലാ നിയമനിർമ്മാണ പ്രക്രിയകളും കൊണ്ടുവരുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളാണ് വിദേശകാര്യം, കറൻസി, പ്രതിരോധം. ഇത് മൂന്നെണ്ണം നമ്മൾ ഉദാഹരണം പറഞ്ഞ ഈ മൂന്നെണ്ണവും എന്താണ്, നമ്മുടെ ദേശീയ രാഷ്ട്രവുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. കറൻസി, നമ്മുടെ ഇന്ത്യ രാജ്യത്തിനകത്തുള്ള ഒരു നാണയം, അത് ഈ എത്ര സംസ്ഥാനങ്ങളുണ്ടോ അവിടേക്ക് എല്ലാവർക്കും ഒരേപോലെയാണ്. വ്യത്യസ്ത സംസ്ഥാനങ്ങൾ വ്യത്യസ്ത കറൻസി എന്നല്ല നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇന്ത്യക്ക് ഒരു കറൻസി, അത് എല്ലായിടത്തും ഒരുപോലെ. നമ്മുടെ പ്രതിരോധ വകുപ്പ് അത് ദേശീയ രാഷ്ട്രീയമാണ്, അതല്ലെങ്കിൽ വിദേശകാര്യമാണ്, മറ്റു രാഷ്ട്രങ്ങളുമായി ബന്ധപ്പെട്ടതാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയാണ്, അതിന് ഒരു പൊതുവായ കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ യൂണിയൻ ലിസ്റ്റിൽപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അവിടെ പറയുന്ന ഈ വകുപ്പുകൾ, കറൻസി, പ്രതിരോധം, വിദേശകാര്യം, ഈ വകുപ്പുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ഇത് മറ്റു ലിസ്റ്റിൽ കാണാൻ വേണ്ടി സാധിക്കില്ല എന്നതാണ്. ഇപ്പൊ ഇതിലൊരു കറൻസി ഡിപ്പാർട്ട്മെന്റ്, അതല്ലെങ്കിൽ ഒരു വിദേശകാര്യം, ഒരു ഫോറിൻ അഫയർ എന്ന് പറയുന്ന ഒരു മിനിസ്ട്രി നമുക്ക് ഉണ്ട്, ഭാരതത്തിൽ നമുക്കുണ്ട്. പക്ഷെ അത് സംസ്ഥാന തലങ്ങളിൽ കാണാൻ വേണ്ടി സാധിക്കില്ല. കാരണം അത് യൂണിയൻ ലിസ്റ്റിൽപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം തീരുമാനമെടുക്കുന്നത്, നിർവഹിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. ഇനി അടുത്തതാണ് സ്റ്റേറ്റ് ലിസ്റ്റ്. സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന അതിൻ്റെ നിയമനിർമ്മാണ പ്രക്രിയ നടപ്പിലാക്കുന്നത് സംസ്ഥാന സർക്കാരുകളാണ്, സംസ്ഥാന നിയമനിർമ്മാണ നിയമസഭകളാണ് നടപ്പിലാക്കുന്നത്. അതിന് ഉദാഹരണമാണ് പോലീസ്, കൃഷി, വാണിജ്യം. അടുത്ത ഒരു ഭാഗമാണ് കൺകറന്റ് ലിസ്റ്റ്. രണ്ട് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒരുപോലെ ബാധകമാകുന്ന, അതല്ലെങ്കിൽ ഒരുപോലെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ലിസ്റ്റാണ് കൺകറന്റ് ലിസ്റ്റ്. ഇതിൽ വരുന്ന നിയമനിർമ്മാണ പ്രക്രിയകൾ രണ്ട് ഗവൺമെന്റിനും സ്വീകരിക്കാം, അതിൽ മാറ്റങ്ങൾ വരുത്താം എന്നുള്ളതാണ്. അതിനുള്ള ഉദാഹരണമാണ് ആരോഗ്യം, വിദ്യാഭ്യാസം പോലുള്ള കാര്യങ്ങൾ. തൊഴിലൊക്കെ അതിൽ നമുക്ക് പെടുത്താൻ വേണ്ടി സാധിക്കുന്നതാണ്. വിദ്യാഭ്യാസം നമുക്കറിയാം, ചിലപ്പോൾ കേന്ദ്ര തലത്തിൽ ഒരു വിദ്യാഭ്യാസ രീതിയായിരിക്കും, എന്നാൽ സംസ്ഥാനമായ നമ്മുടെ കേരളത്തിൽ ഒരു വിദ്യാഭ്യാസ രീതിയാണ്. തൊഴിൽ, അതിൻ്റെ വേതനം ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിൽ ഒരു വേതനമാണ്, മറ്റു സംസ്ഥാനങ്ങളിൽ മറ്റൊരു വേതനമായിരിക്കാം. അതുപോലെ ഹോസ്പിറ്റാലിറ്റികൾ, ആരോഗ്യത്തിനെ കുറിച്ചും പറയുകയാണ്. കേരളത്തിൽ ഒരു കേരള സ്റ്റൈൽ ഹോസ്പിറ്റാലിറ്റിയാണ് നിലനിൽക്കുന്നത്, അതർ സ്റ്റേറ്റിൽ അതെന്താണ് ഡിഫറൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ചിലപ്പോൾ സംസ്ഥാനങ്ങൾ മാറുമ്പോൾ ഇതിലെല്ലാം മാറ്റങ്ങൾ കാണാൻ വേണ്ടി സാധിക്കുന്നു എന്നതാണ് കൺകറന്റ് ലിസ്റ്റിൻ്റെ പ്രത്യേകത. അപ്പോൾ യൂണിയൻ ലിസ്റ്റ് എന്താണ്, സ്റ്റേറ്റ് ലിസ്റ്റ് എന്താണ്, കൺകറന്റ് ലിസ്റ്റ് എന്താണ് എന്ന് നമ്മൾ നോക്കി. ഇനി നമ്മൾ ആ ടെക്സ്റ്റ് പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ള ടേബിളിലേക്ക് പോവുകയാണ്. ആ ടേബിൾ നോക്കിയാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് അതിൽ ഒരുപാട് ഉദാഹരണങ്ങൾ ഓരോ വിഭാഗത്തിനും കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് നോക്കാം. ഇന്ത്യൻ ഭരണഘടന എന്നതാണ് ആ ടേബിളിൻ്റെ പേര്. അതിൽ വരുന്ന ഒന്നാമത്തെ വിഭാഗമാണ് യൂണിയൻ ലിസ്റ്റ്. അതിൽ വരുന്ന ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. അത് വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, അത് നിങ്ങളെല്ലാവരും
പുസ്തകം കയ്യിലുണ്ടെങ്കിൽ അത് വായിക്കുന്നത് നന്നായിരിക്കും, ഒപ്പം കൂടെ വായിക്കുന്നത് നന്നായിരിക്കും. മാത്രമല്ല ഇവിടെ പറയുന്ന ആ വകുപ്പുകൾ, ആ ഒരു ഏരിയ എല്ലാം തന്നെ സംസ്ഥാന തലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. ചിലപ്പോൾ നമുക്ക് തന്നെ അറിയാം ഈ കാര്യങ്ങൾ വെറും കേന്ദ്ര ഗവൺമെന്റ് ആണോ ചെയ്യുന്നത്, അതല്ലെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റിലേക്ക് നീങ്ങുമ്പോൾ അത് വെറും സ്റ്റേറ്റ് ലിസ്റ്റ് മാത്രമാണോ ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. ഓക്കെ, നമുക്കതിലേക്ക് പോവാം. യൂണിയൻ ലിസ്റ്റ്, പ്രതിരോധം, അണുശക്തി, വിദേശകാര്യം, യുദ്ധവും സമാധാനവും, ബാങ്കിംഗ്, റെയിൽവേ, തപാൽ, കമ്പി, വ്യോമപഥങ്ങൾ, തുറമുഖങ്ങൾ, വിദേശ വ്യാപാരം, ആദായ നികുതി, കറൻസി, നാണയം. ഇത്തരം കാര്യങ്ങളെല്ലാമാണ് യൂണിയൻ ലിസ്റ്റിൽ പെടുന്നത്. അതിൽ നമുക്ക് പരിചയമില്ലാത്ത ഒന്നും തന്നെ ഇല്ല എന്നാണ് തോന്നുന്നത്. അണുശക്തി നമുക്കറിയാം, യുദ്ധങ്ങൾ, പരസ്പരം രാജ്യങ്ങൾ യുദ്ധം ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. പടക്കോപ്പുകളായാലും ബോംബുകളായാലും മിസൈലുകളായാലും, അതല്ലെങ്കിൽ നമ്മൾ അതിൽ മുന്നിലേക്ക് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് ടെക്നോളജികളുണ്ട്. ആറ്റം ബോംബ് പോലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളെയാണ് അണുശക്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ബാങ്കിങ്, നമ്മൾ ബാങ്ക് ഇടപാടാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. കമ്പി, തപാൽ, ആശയവിനിമയം നടത്താൻ വേണ്ടി നമ്മുടെ മൊബൈൽ പോലുള്ള കാര്യങ്ങളാണ്. ഇപ്പോഴാണ് അഡ്വാൻസ് ടെക്നോളജി ആയിട്ട് മൊബൈൽ എത്തിയിട്ടുള്ളത്. അതിനു മുമ്പ് തപാൽ, കത്തിടപാടായിരുന്നു. അതിനു മുമ്പ് കമ്പി അടിക്കലായിരുന്നു അല്ലേ. പിന്നെ വ്യോമപഥങ്ങൾ ഒന്നുമില്ല, നമ്മളെന്താണ് സ്കൈ റൂട്ടാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, വിമാനം ആ ഒരു ഏരിയ ആണ്. പിന്നെ തുറമുഖങ്ങൾ, കപ്പൽ പോലുള്ള കാര്യങ്ങളാണ്. പിന്നെ ആദായ നികുതി, കറൻസി, അതൊക്കെ നമുക്കറിയുന്നതാണ്. പിന്നെ അതിന് താഴെ കൊടുത്തിട്ടുണ്ട് യൂണിയൻ ലിസ്റ്റ്. ഇത്തരം വിഷയങ്ങളിൽ നിയമ നിർമ്മാണം കേന്ദ്ര നിയമ നിർമ്മാണ സഭയാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഇനിയൊക്കെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് പോകാം. സ്റ്റേറ്റ് ലിസ്റ്റ്, കൃഷി, പോലീസ്, ജയിൽ, പ്രാദേശിക ഗവൺമെന്റുകൾ എന്ന് പറഞ്ഞാൽ ലോക്കൽ ബോഡീസ്, നമ്മളറിയാം, നമ്മൾ ചർച്ച ചെയ്ത പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ പോലുള്ള, അതാണ് പ്രാദേശിക ഗവൺമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പൊതുജനാരോഗ്യം, മദ്യ നിയന്ത്രണം, ഭൂമിയിലുള്ള അധികാരം. നമ്മൾ യൂണിയൻ ലിസ്റ്റിൽ പറഞ്ഞത് വ്യോമപഥമാണ്, അവിടെ ആകാശപാതയാണ്, ആകാശ റൂട്ടാണ്. ഇവിടെ ഭൂമിയിലുള്ള അധികാരം എന്ന് പറഞ്ഞാൽ നമ്മളെ ലാൻഡ് റൂട്ട്സ് ആണ് പറയുന്നത്. വ്യാപാരം, വാണിജ്യം, മൃഗ സംരക്ഷണം, സംസ്ഥാന പബ്ലിക് സർവീസ്, PSC പോലുള്ള സംസ്ഥാന സർവീസുകളാണ് ഇവിടെ പറയുന്നത്. ഇത്തരം വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നത് സംസ്ഥാന നിയമനിർമ്മാണ സഭയാണ്. ഇനി മൂന്നാമത്തെ ഭാഗം, കൺകറന്റ് ലിസ്റ്റ്. വിദ്യാഭ്യാസം, കൃഷിഭൂമി ഒഴികെയുള്ള സ്വത്ത് കൈമാറ്റം. കൃഷിഭൂമി എന്ന് പറയുമ്പോൾ നമ്മളവിടെ ഇപ്പുറത്ത് പറഞ്ഞല്ലേ, സ്റ്റേറ്റ് ലിസ്റ്റിൽ പറഞ്ഞ ഭൂമിയിലുള്ള അധികാരം പറഞ്ഞു, അത് ലാൻഡ് റൂട്ട് വരും. അതല്ലെങ്കിൽ മറ്റു സ്വത്ത് വകകൾ കൂടിയാണ് അതിൽ വരുന്നത്. ഭൂമിയുമായി ബന്ധപ്പെട്ട ലാൻഡുമായി വരുന്ന ക്രയവിക്രയങ്ങളെല്ലാം വരുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ അണ്ടറിലാണ്. പിന്നെ വനങ്ങൾ, തൊഴിൽ സംഘടനകൾ, മായം ചേർക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഡിലൊക്കെ വരുന്ന അല്ലേ, ഇപ്പോൾ പൗഡറുകളായാലും അതല്ലെങ്കിൽ മറ്റു ഫുഡ് ഐറ്റംസിലൊക്കെ വരുന്ന മായം ചേർക്കലൊക്കെ ഉള്ളതാണ്. വിവാഹം, വിവാഹമോചനം, ദത്തെടുക്കൽ, പിന്തുടർച്ച അവകാശം, ഇവയെല്ലാമാണ് രണ്ട് സർക്കാരിൻ്റെ കീഴിലും വരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളിൽ രണ്ട് സർക്കാരിലും എന്താണ്, ഒരുപോലെ നിയമനിർമ്മാണം സാധ്യമാകുന്നു എന്നതാണ്. ഇരു സംസ്ഥാന നിയമനിർമ്മാണ സഭകളുമാണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, ചെയ്യുന്നത് എന്നതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ യൂണിയൻ ലിസ്റ്റ് എന്താ എന്നും സ്റ്റേറ്റ് ലിസ്റ്റ് എന്താ എന്നും കൺകറന്റ് ലിസ്റ്റ് എന്താ എന്നും നമ്മൾ കറക്റ്റായിട്ട് നോക്കി. മുൻ ക്ലാസ്സുകളിലെല്ലാം തന്നെ നമ്മൾ പറഞ്ഞിരുന്നത് ഈ ഓരോ ലിസ്റ്റുകൾ ഉണ്ട്, അവർക്ക് ഓരോ പ്രത്യേകതകളുണ്ട്. ആ ഓരോ ലിസ്റ്റും ഓരോ വിഭാഗമാണ്, കേന്ദ്രമാണ്, സംസ്ഥാനമാണ്, രണ്ടും പൊതുവാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. ഇന്ന് നമ്മൾ ആ 3 ലിസ്റ്റും വളരെ വിശാലമായിട്ട് അതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളൊക്കെ നോക്കി. ഇനി ഇതിപ്പോൾ നമുക്ക് ഈ ടെക്സ്റ്റ് പുസ്തകത്തിൽ നോക്കുമ്പോൾ ഒരു പക്ഷേ ഇത് മുൻകഴിഞ്ഞ് വന്ന ടെക്സ്റ്റ് പുസ്തകം ആയിരിക്കാം, കുറെ മുൻപ് വന്ന ടെക്സ്റ്റ് പുസ്തകമായിരിക്കാം. അതുകൊണ്ട് നമ്മൾ പഠിച്ചതാണല്ലോ കൺകറന്റ് ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള ഒരു കാര്യത്തെ യൂണിയൻ ലിസ്റ്റിലേക്കോ അതല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനുള്ള അധികാര പ്രൊവിഷൻ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞതാ. അപ്പോൾ ചിലപ്പോൾ ഇതിലുള്ള ചില കാര്യങ്ങളിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാകും, പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടാകും. ഇനിയാണ് നമ്മൾ പറഞ്ഞ ആ ഒരു 4ാമത്തെ ഘടകം,
നമ്മൾ പറഞ്ഞു അധികാര വിഭജനം, ഭരണഘടനാപരമായിട്ടുള്ള അധികാര വിഭജനം ഭാരതത്തിൽ സാധ്യമാക്കുന്നത് പ്രധാനമായിട്ടും 3 ലിസ്റ്റുകളിലൂടെയാണ്. ആ 3 ലിസ്റ്റിലും പെടാത്ത ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തെ റെസിജ്വറി പവർ എന്നാണ് പറയുക, അതല്ലെങ്കിൽ അവശിഷ്ട അധികാരം എന്ന് പറയും. അവശിഷ്ടാധികാരത്തിൽ തന്നെയുണ്ട് അതിൻ്റെ അർത്ഥം. ആ മുകളിൽ പറഞ്ഞിട്ടുള്ള 3 ലിസ്റ്റിലും പെടാത്ത കാര്യങ്ങളെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ളതാണ് ഈ റെസിജ്വറി പവർ എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഉദാഹരണം നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കുക സൈബറാണ്. സൈബർ എന്ന് പറയുന്ന ഒരു നിയമം ഇപ്പോൾ നമ്മൾ അവിടെയുണ്ട്, നമ്മുടെ ഈ ഒരു സംസ്ഥാനത്തിനകത്ത്, കേന്ദ്രത്തിനകത്ത് നിലനിൽക്കുന്നുണ്ട്. സൈബർ കുറ്റകൃത്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടതാണ്, അറിഞ്ഞതാണ് അല്ലെ. അപ്പോൾ നമ്മൾ മുകളിൽ പറഞ്ഞ 3 ലിസ്റ്റിൽ എവിടെയും സൈബറിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ സൈബർ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് ഈ റെസിജ്വറി പവറിലാണ്, അവശിഷ്ടാധികാരത്തിലാണ് ഇവകളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൂടെയെല്ലാമാണ് അധികാര വിഭജനം, അതല്ലെങ്കിൽ ഭരണഘടനാപരമായിട്ടുള്ള അധികാര വികേന്ദ്രീകൃതം നടപ്പിലാക്കുന്നത് ഈ ലിസ്റ്റുകളിലൂടെയാണ് എന്ന് പറഞ്ഞു. ഇനി നമ്മൾ ഭരണഘടന, അതിൻ്റെ ഫെഡറലിസത്തിന്റെ സവിശേഷതകളിൽ 3ാമത്തേതിലേക്ക് പോവുകയാണ്. ഭരണഘടന മേധാവിത്വം എന്നാണ് നമ്മൾ പറഞ്ഞ ആ കാര്യം. ഭരണഘടന മേധാവിത്വം എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു, മുകളിൽ പറഞ്ഞ അധികാര വിഭജനത്തിൽ പറഞ്ഞു, സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്ര സർക്കാരുകൾക്കും അധികാരം വിഭജിച്ചു നൽകുന്നതാണ് നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരം എന്ന് പറഞ്ഞു. അങ്ങനെ അധികാരം വിഭജിച്ചു നൽകുമ്പോൾ ശരിക്കും ആ രാജ്യത്തിനകത്ത് സർക്കാരുകളാണ് മുന്നിൽ വന്നത് അല്ലെ. ഏറ്റവും ടോപ്പായി നിൽക്കുന്നത് സർക്കാരുകളാണ്, ഗവൺമെന്റുകളാണ്. സംസ്ഥാനത്തിലാവുമ്പോൾ സംസ്ഥാന സർക്കാരുകളും കേന്ദ്രത്തിലാകുമ്പോൾ കേന്ദ്ര സർക്കാരുമാണ് ഏറ്റവും മുകളിൽ നിൽക്കുന്നത്. അവർക്ക് മുകളിൽ എന്താണ്, പിന്നൊരു ശക്തി ഇല്ല എന്നതാണ് നമ്മൾ അധികാര വിഭജനത്തിൽ പറഞ്ഞത്. ഇനി അത് ഭരണഘടനാ മേധാവിത്വത്തിലേക്ക് വരുമ്പോൾ ഈ 2 സർക്കാരിൻ്റെയും തലക്ക് മുകളിൽ അവർക്ക് പടിയിറങ്ങാനാകുന്ന, അതല്ലെങ്കിൽ അവരെ പിടിച്ച് പുറത്താക്കാൻ കഴിയുന്ന ഒരു വാളായിട്ട് അല്ലെ, തലക്ക് മുകളിൽ നിൽക്കുന്ന ഒരു വാളായിട്ടാണ് നമ്മുടെ ഭരണഘടന നിൽക്കുന്നത്. അത് തന്നെയാണ് ഭരണഘടനാ മേധാവിത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നതും. 2 സർക്കാരിന് മുകളിൽ എന്താണ്, ഒരു ലിഖിത ഭരണഘടന ഉണ്ട് എന്നതാണ്. ആ ഭരണഘടന സർക്കാരുകൾ എത്രത്തോളം മുന്നോട്ട് പോയി കഴിഞ്ഞാലും അൾട്ടിമേറ്റ്ലി നമ്മൾ നോക്കുക ഭരണഘടനയാണ്. ആ ഭരണഘടനയ്ക്ക് പറഞ്ഞതിൽ വിരുദ്ധമായി അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവരെ പിടിച്ചു കൊണ്ടുവരാനോ പുറത്താക്കാനോ ഉള്ള പവർ ഭരണഘടനയ്ക്ക് ഉണ്ട് എന്നതാണ്. അതാണ് ഭരണഘടന മേധാവിത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അതിൻ്റെ 4ാമത്തെ സവിശേഷതയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഫെഡറലിസത്തിന്റെ സവിശേഷതകളിൽ 4ാമത്തേതാണ് സ്വതന്ത്രമായ ഫെഡറൽ ജുഡീഷ്യറി എന്ന് പറയുന്നത്. ഫെഡറൽ ഗവൺമെന്റ് എന്ന് പറഞ്ഞപ്പോൾ സംസ്ഥാനത്തിലും കേന്ദ്രത്തിലും വരുന്ന ഗവൺമെന്റുകളാണ്. അപ്പം അത് ജുഡീഷ്യറിയിൽ വരുമ്പോൾ ജുഡീഷ്യറിയും അതുപോലെ തന്നെ കേന്ദ്ര തലത്തിലും സംസ്ഥാന തലങ്ങളിലൊക്കെ ആയിട്ട് ആ ഒരു നീതി ന്യായ പ്രക്രിയ വിഭജിച്ച് നൽകുക എന്നതാണ്. നമ്മൾ പറഞ്ഞതാണ്, ഒരു രാജ്യത്തിനകത്ത് ഫെഡറൽ സംവിധാനത്തിലാണ് ഭരണം മുന്നോട്ട് പോകുന്നത് എങ്കിൽ ആ രാജ്യത്തിനകത്ത് ഒരു ഫെഡറൽ സംവിധാനത്തിൽ ഊന്നിയ ജുഡീഷ്യറിയും നിലനിൽക്കുന്നുണ്ടാകുമെന്നത്. ഇത്തരം ജുഡീഷ്യറികളുടെ, നീതിന്യായ വിഭാഗങ്ങളുടെ, നീതിന്യായ വകുപ്പിന്റെ ധർമ്മം എന്ന് പറയുന്നത് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ പരസ്പര ആശയ തർക്കങ്ങളോ പ്രവർത്തന തർക്കങ്ങളോ ഇല്ലാതെ സ്മൂത്തായി വളരെ ലളിതമായി മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ്. അതോടൊപ്പം തന്നെ രാജ്യത്തിനകത്തും സംസ്ഥാനങ്ങളിൽ അകത്തും ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുക എന്നതാണ് ഇത്തരം ജുഡീഷ്യറിയുടെ, ഫെഡറൽ ജുഡീഷ്യറിയുടെ ധർമ്മം എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ പറഞ്ഞ ഈ ഒരു ഇത്രയും സമയം പറഞ്ഞ ഒരു അറിവ് വെച്ചിട്ട് നിങ്ങളൊന്ന് കണ്ടെത്തുക, ഭാരതത്തിൻ്റെ സ്വതന്ത്ര ഫെഡറൽ ജുഡീഷ്യറി എന്നറിയപ്പെടുന്ന കോടതി ഏതാണ്? നമുക്ക് അങ്ങനെ ഒരു കോടതി ഉണ്ട്. ആ കോടതി ഏതാണ് എന്നൊന്ന് നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക, അറിയിക്കുക. ഓക്കെ, ഇനി ടെക്സ്റ്റ് പുസ്തകത്തിൽ ഒരു പദസൂര്യൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്ത ഒരു ഘടകങ്ങളെ കുറിച്ച് ഭരണഘടനയിലെ ഫെഡറൽ സവിശേഷതകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പദസൂര്യൻ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം.
ഇന്ത്യൻ ഫെഡറലിസം അടിസ്ഥാന സവിശേഷതകൾ: 1. ദ്വിഭരണം, അധികാര വിഭജനം, ഭരണഘടനാ മേധാവിത്വം, സ്വതന്ത്ര ഫെഡറൽ ജുഡീഷ്യറി. അപ്പോൾ നമ്മൾ പഠിച്ച ആ 2 കാര്യങ്ങളെ ഏറ്റവും ലളിതമായിട്ട് തന്നെ നമുക്കൊരു ടേബിൾ മുഖേനയും അതോടൊപ്പം ഒരു പദസൂര്യൻ മുഖേനയും നമുക്ക് കാണിച്ചു തന്നു. ഇന്ന് നമ്മൾ പഠിച്ചത് ആ ഫെഡറലിസത്തിൻ്റെ സവിശേഷതകൾ എന്ന് പറയുന്ന ഏറ്റവും ചെറിയ ഒരു ഭാഗം മാത്രമാണ്. അത്യാവശ്യം വളരെ വിശാലമായിട്ടുള്ള ഭാഗമായിരുന്നു അത്. അത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം.